ഇന്ന് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്ന വാക്കിൻ്റെ അർത്ഥവും അവ എങ്ങനെയാണ് സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടത് എന്നും പഠിക്കാം. വെൽക്കം ടു ഹന്നാസ് ഇംഗ്ലീഷ്. അൺഫോർച്ചുനേറ്റ്ലി എന്ന വാക്കിന് നിർഭാഗ്യവശാൽ എന്നാണ് അർത്ഥം. ഒരു സെൻറ്റൻസ് നോക്കൂ. അൺഫോർച്ചുനേറ്റ്ലി വി കുഡിൻറ്റ് വിൻ ദ മാച്ച്. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്, വിൻ എന്ന് പറഞ്ഞാൽ വിജയിക്കുക. വി കുഡിൻറ്റ് വിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. ദി മാച്ച് മത്സരം. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത സെൻറ്റൻസ്, അൺഫോർച്ചുനേറ്റ്ലി ദ മിനിസ്റ്റർ വിൽ നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ. നിർഭാഗ്യവശാൽ മന്ത്രിക്ക് നാളത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ദി മിനിസ്റ്റർ വിൽ നോട്ട് ബി ഏബിൾ എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് കഴിയില്ല. ടു അറ്റൻഡ് ചെയ്യാൻ. ദ മീറ്റിംഗ് ടുമോറോ നാളത്തെ മീറ്റിംഗ്. ഇനി അൺഫോർച്ചുനേറ്റ്ലി എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 3 മലയാളം സെൻറ്റൻസുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ അതിനെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. 1, നിർഭാഗ്യവശാൽ ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു. 2, നിർഭാഗ്യവശാൽ അവന് ഞങ്ങളുടെ കൂടെ വരാൻ കഴിഞ്ഞില്ല. 3, നിർഭാഗ്യവശാൽ അവനെ ആരും സഹായിച്ചില്ല. ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് പറയാൻ ശ്രമിക്കുക. ഇതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.